നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്ത. വിദേശ വിദ്യാർത്ഥികളെ റിക്രൂട്ട് ചെയ്യുന്നതിനുള്ള മാനദണ്ഡങ്ങൾ കൂടുതൽ കർക്കശമാക്കി ബ്രിട്ടീഷ് സർക്കാർ. ബ്രിട്ടനിൽ വിസ ദുരുപയോഗം ചെയ്യുന്നവരുടെ എണ്ണത്തിൽ വൻ വർധനവ്. സർക്കാർ എടുത്ത നടപടികളിൽ സ്റ്റുഡന്റ് വിസയിലെത്തി അഭ്യർത്ഥനയായി അപേക്ഷിക്കുന്നവരുടെ എണ്ണത്തിൽ ഉണ്ടായത് 30% കുറവ്. കോഴ്സ് പൂർത്തിയാക്കാതെ പഠനം നിർത്തുന്നവരുടെ എണ്ണം ഒരു നിശ്ചിത പരിധി കടന്നാൽ വിദേശ വിദ്യാർത്ഥികളെ റിക്രൂട്ട് ചെയ്യുന്നതിനുള്ള അവകാശം യൂണിവേഴ്സിറ്റികൾക്ക് നിഷേധിക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ പ്രഖ്യാപിച്ച് സർക്കാർ. റിക്രൂട്ട്മെന്റുകൾ ഉത്തരവാദിത്തത്തോടെ നടത്തിയില്ല എങ്കിൽ പിഴ ഉൾപ്പെടെയുള്ള ശിക്ഷാ നടപടികൾ യൂണിവേഴ്സിറ്റികൾ നേരിടേണ്ടി വരും. എബോള വൈറസ് വ്യാപനം ആഫ്രിക്കയിൽ ശക്തമായതോടെ ബ്രിട്ടനിലേക്കും രോഗം പടർന്നേക്കാമെന്ന് മുന്നറിയിപ്പ്. രോഗത്തെ നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ എടുക്കാൻ ജീവനക്കാർക്ക് നിർദ്ദേശം നൽകി UK ആരോഗ്യ സുരക്ഷാ ഏജൻസി. PP കിറ്റ് ഉപയോഗത്തിന് ആവശ്യമായ പരിശീലനം ജീവനക്കാർക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണമെന്നും രോഗബാധയുണ്ടെന്ന് സംശയം ജനിച്ചാൽ പിന്തുടരേണ്ടുന്ന പ്രോട്ടോകോളുകളെ കുറിച്ചും ജീവനക്കാർക്ക് വ്യക്തമായ നിർദ്ദേശം നൽകണമെന്നും മാർഗനിർദ്ദേശ രേഖയിൽ സൂചന. രോഗവ്യാപനം കണ്ടെത്തുന്നതിനും രോഗികളെ ഐസൊലേറ്റ് ചെയ്യുന്നതിനും ആശുപത്രികൾക്കും GP-മാർക്കും ആരോഗ്യ പ്രവർത്തകർക്കും കർശന നിർദ്ദേശം നൽകി സർക്കാർ. UK പാർലമെന്റിൽ വരും ദിവസങ്ങളിൽ നടക്കാനിരിക്കുന്ന ചോദ്യോത്തരവേളകളുടെ വിശദമായ പട്ടിക പുറത്തുവിട്ട് ഹൗസ് ഓഫ് കോമൺസ്. വിവിധ സർക്കാർ വകുപ്പുകളെ പ്രതിക്കൂട്ടിലാക്കാൻ പോകുന്ന നിർണായക ചോദ്യങ്ങൾ ജനപ്രതിനിധികൾ ഉന്നയിക്കുക ജൂൺ 8 തിങ്കളാഴ്ച ആരംഭിക്കുന്ന സമ്മേളനത്തിൽ. ഇമിഗ്രേഷൻ നിയമങ്ങളിൽ വരുത്താൻ ഉദ്ദേശിക്കുന്ന മാറ്റങ്ങൾ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ എങ്ങനെ ബാധിക്കുമെന്നതും PR വ്യവസ്ഥകളിലെ പരിഷ്കാരങ്ങളും സഭയിൽ പ്രധാന ചർച്ചാ വിഷയമാകും. സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും മാനസികാരോഗ്യ പരിപാലനം, GP അപ്പോയിന്റ്മെന്റുകൾ ലഭിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ എന്നിവയുടെ ഉത്തരം ആരോഗ്യ സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി നൽകണം. മുൻകൂട്ടി സമർപ്പിച്ച ചോദ്യങ്ങൾക്ക് നേരിട്ട് മറുപടി നൽകുന്നത് അതത് വകുപ്പ് സെക്രട്ടറിമാർ. അമേരിക്കൻ സൈനികർക്ക് നേരെ ആക്രമണം ഉണ്ടായാൽ ഇറാനെതിരെ വീണ്ടും പൂർണ്ണതോതിലുള്ള യുദ്ധം ആരംഭിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഉടൻ തന്നെ ഒരു വലിയ കരാറിലേക്ക് ഇരു രാജ്യങ്ങളും എത്തിയേക്കാമെന്നും US പ്രസിഡന്റ്. താൽക്കാലിക വെടിനിർത്തൽ അവസാനിപ്പിച്ച് സൈനിക നടപടികളിലേക്ക് താൻ കടക്കാത്തത് US സൈനികരുടെ ജീവൻ നഷ്ടപ്പെടരുതെന്ന് കരുതിയാണെന്നും ട്രംപ്. അമേരിക്ക ഇറാൻ യുദ്ധത്തിൽ ഇറാന്റെ വ്യോമസേനയും നാവികസേനയും തകർത്തു കഴിഞ്ഞതായും അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളടക്കം ഞങ്ങൾ നശിപ്പിച്ചെന്നും ട്രംപിന്റെ അവകാശവാദം. ഇടതുപക്ഷ ഭരണകൂടങ്ങൾക്കെതിരെ കടുത്ത വിമർശനവുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇടതുപക്ഷ ഭരണമുള്ള ഇടങ്ങൾ കടുത്ത നാശത്തിലേക്ക് പോകുമെന്ന് ട്രംപിന്റെ വിമർശനം. കമ്മ്യൂണിസ്റ്റുകാർക്ക് ആദ്യകാലത്ത് എപ്പോഴും ജനങ്ങളുടെ ഇടയിൽ വലിയ പിന്തുണ ലഭിക്കാറുണ്ടെന്നും അവസാനം ആ രാജ്യമോ സംസ്ഥാനമോ നഗരമോ പൂർണ്ണമായും തകർന്നടിയുമെന്ന് ട്രംപിന്റെ പ്രസ്താവന. ഇടതുപക്ഷ ഭരണകൂടങ്ങളിൽ വലിയ അക്രമങ്ങൾ ഉണ്ടാകുമെന്നും ഒടുവിൽ അത് ദാരിദ്ര്യത്തിലും തകർച്ചയിലും കുറ്റകൃത്യങ്ങളിലും കലാശിക്കുകയേ ഉള്ളൂവെന്നും US പ്രസിഡന്റിന്റെ രൂക്ഷ വിമർശനം. ഉറപ്പായ മരണവും വിനാശവുമാണ് ഇടതുപക്ഷം നൽകുക എന്ന് ട്രംപിന്റെ മുന്നറിയിപ്പ്. സത്യപ്രതിജ്ഞ ചൊല്ലി അധികാരത്തിലേറിയതിനു പിന്നാലെ കർണാടകയിൽ DK ശിവകുമാർ മന്ത്രിസഭയിൽ പൊട്ടിത്തെറി. മന്ത്രിസ്ഥാനം രാജിവെച്ച് മുതിർന്ന കോൺഗ്രസ് നേതാവും ജലസേചന വകുപ്പ് മന്ത്രിയുമായ രാമലിംഗ റെഡ്ഡി. രാജിക്ക് പിന്നിൽ ചോദിച്ച വകുപ്പ് നൽകാത്തതിലുള്ള അതൃപ്തി. രാമലിംഗ റെഡ്ഡി ആവശ്യപ്പെട്ടത് ബാംഗ്ലൂരു നഗരവികസന വകുപ്പ്. DK ശിവകുമാർ മുഖ്യമന്ത്രിയാകുന്നതിന് മുൻപ് തന്നെ ബാംഗ്ലൂരു നഗരവികസന വകുപ്പ് രാമലിംഗ റെഡ്ഡിക്ക് വാഗ്ദാനം ചെയ്തിരുന്നുവെന്ന് അഭ്യൂഹം. ബാംഗ്ലൂരു നഗരവികസന വകുപ്പ് നിലവിൽ നൽകിയിരിക്കുന്നത് കൃഷ്ണ ബൈരഗൌഡയ്ക്ക്. ഇന്ധന പ്രതിസന്ധിയിൽ കുടുങ്ങി ഇൻഡിഗോ അന്താരാഷ്ട്ര വിമാന സർവീസ്. 6 ഇടങ്ങളിലേക്കുള്ള അന്താരാഷ്ട്ര വിമാന സർവീസുകൾ ജൂലൈ 1 മുതൽ സെപ്റ്റംബർ 30 വരെ നിർത്തിവെച്ച് ഇൻഡിഗോ വിമാന കമ്പനി. സർവീസുകൾ നിർത്തലാക്കിയത് ഹോങ്കോങ്, ഷാങ്ഹായ്, ക്രാബി അടക്കമുള്ള വിമാന സർവീസുകൾ. പഴയ ബുക്കിംഗ് രീതി ഒക്ടോബർ 1 ശേഷം മാത്രമേ തുടരുകയുള്ളൂ എന്ന് ഇൻഡിഗോ. ഇന്ധന പ്രതിസന്ധിയെ തുടർന്ന് ചിലവ് താങ്ങാനാകുന്നില്ല എന്ന് വിമാന കമ്പനികൾ. വിമാന ഇന്ധനമായ ATF-ന്റെ വിലയിൽ നികുതി അടക്കം വൻ വർധന കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയത് ഇന്ത്യൻ വിമാന കമ്പനികൾക്ക് വൻ തിരിച്ചടി. എക്സൈസ് നികുതി കുറയ്ക്കണമെന്നാവശ്യപ്പെട്ട് വിമാന കമ്പനികൾ കേന്ദ്ര സർക്കാരിനെ വീണ്ടും സമീപിച്ചു. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി. ഡിവിഷൻ ബെഞ്ചിന്റെ നിർണായക വിധി ED അന്വേഷണത്തിന് അനുമതി നൽകിയ സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ CMRL നൽകിയ അപ്പീലിൽ സുപ്രീം കോടതിയെ സമീപിക്കാൻ 2 ആഴ്ചത്തെ സാവകാശം CMRL അഭിഭാഷകൻ അഭ്യർത്ഥിച്ചുവെങ്കിലും കോടതി അനുവദിച്ചില്ല. നിർണായക കോടതി വിധി പുറത്തു വന്നതോടെ അടുത്ത ഘട്ട നടപടികൾ ചർച്ച ചെയ്യാൻ കൊച്ചിയിലുള്ള ED ഡയറക്ടർ രാഹുൽ നവീന്റെ നേതൃത്വത്തിൽ കേന്ദ്ര ഏജൻസി യോഗം ചേർന്നു. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെ ഉന്നമിച്ച് പരോക്ഷ വിമർശനവുമായി കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യ വിനോദിനി ബാലകൃഷ്ണൻ. കോടിയേരിയുടെ മരണശേഷം CPM ഉന്നത നേതൃത്വത്തിൽ നിന്ന് നേരിട്ടത് ക്രൂരമായ അവഗണനയെന്ന് വിനോദിനി. ആവശ്യത്തിന് വിളിച്ചാൽ PB അംഗം ഫോൺ എടുക്കാറില്ല എന്നും തങ്ങളെ CPM നേതാക്കൾ തിരിഞ്ഞുപോലും നോക്കിയില്ല എന്നും തുറന്നടിച്ച് വിനോദിനി. കുടുംബം പ്രതികരണവുമായി എത്തുന്നത് കോടിയേരി മരിച്ച് 4 വർഷത്തിനു ശേഷം. അവഗണിച്ചത് അണികളല്ല, പകരം വലിയ നേതാക്കളെന്ന് വിനോദിനി. പരോക്ഷ വിമർശനം പിണറായിയെ ലക്ഷ്യം വെച്ചല്ല എന്നും കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യ. വാർത്തകൾ വിശദമായി.
വിസ ദുരുപയോഗം ചെയ്യുന്നത് വർദ്ധിച്ചു വരുന്നതിനിടയിൽ വിദേശ വിദ്യാർത്ഥികളെ റിക്രൂട്ട് ചെയ്യുന്നതിനുള്ള മാനദണ്ഡങ്ങൾ കൂടുതൽ കർക്കശമാക്കുകയാണ് ബ്രിട്ടീഷ് സർക്കാർ. നേരത്തെ സർക്കാർ എടുത്ത നടപടികൾ ഫലം കണ്ടു തുടങ്ങിയതോടെ സ്റ്റുഡന്റ് വിസയിലെത്തിയ അഭയത്തിനായി അപേക്ഷിക്കുന്നവരുടെ എണ്ണത്തിൽ 30% കുറവുണ്ടായതായും കണക്കുകൾ സൂചിപ്പിക്കുന്നു. വിസ ദുരുപയോഗം ചെയ്യുന്നത് വർദ്ധിച്ചു വരുന്നതിനിടയിൽ വിദേശ വിദ്യാർത്ഥികളെ റിക്രൂട്ട് ചെയ്യുന്നതിനുള്ള മാനദണ്ഡങ്ങൾ കൂടുതൽ കർക്കശമാക്കാൻ തീരുമാനിച്ച് ബ്രിട്ടീഷ് സർക്കാർ. കോഴ്സ് പൂർത്തിയാക്കാതെ പഠനം നിർത്തുന്നവരുടെ എണ്ണം ഒരു നിശ്ചിത പരിധിയിൽ കടന്നാൽ ഇനി മുതൽ ആ യൂണിവേഴ്സിറ്റികൾക്ക് വിദേശ വിദ്യാർത്ഥികളെ റിക്രൂട്ട് ചെയ്യുന്നതിനുള്ള അവകാശം നിഷേധിക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികളാണ് ഇപ്പോൾ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഉത്തരവാദിത്തത്തോടെ റിക്രൂട്ട്മെന്റുകൾ നടത്തിയില്ല എങ്കിൽ പിഴ ഉൾപ്പെടെയുള്ള ശിക്ഷാ നടപടികൾ യൂണിവേഴ്സിറ്റികൾ നേരിടേണ്ടതായി വരും. മുൻ സർക്കാരിന്റെ കാലത്ത് സ്റ്റുഡന്റ് വിസയിലെത്തി അഭയത്തിനായി അപേക്ഷിക്കുന്നവരുടെ എണ്ണം ഗണ്യമായി വർദ്ധിച്ചതോടെയാണ് ഇക്കാര്യത്തിൽ ഗൗരവപൂർണമായ ഒരു സമീപനത്തിന് സർക്കാർ തുനിഞ്ഞത്. അഭയത്തിനായി അപേക്ഷിക്കുന്നവരിൽ 37% വരെ സ്റ്റുഡന്റ് വിസയിലെത്തിയ വിദേശ വിദ്യാർത്ഥികളാകുന്ന ഒരു ഘട്ടം വന്നിരുന്നു. വിദ്യാഭ്യാസ മേഖലയുമായി സഹകരിച്ച് കർശന നടപടികൾ സ്വീകരിക്കാൻ തുടങ്ങിയതോടെ കഴിഞ്ഞ വർഷം ഇതിൽ 30% കുറവ് അനുഭവപ്പെട്ടു. അഫ്ഗാനിസ്ഥാൻ, കാമറൂൺ, മ്യാൻമാർ, സുഡാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് ഇത്തരത്തിൽ വിസ ദുരുപയോഗം ചെയ്യുന്നതിൽ മുന്നിലുള്ളത് എന്ന് കണ്ട ഹോം സെക്രട്ടറി ഈ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് സ്റ്റഡി വിസ നൽകുന്നത് താൽക്കാലികമായി നിർത്തലാക്കിയിരുന്നു. സ്പോൺസർമാരെ വിലയിരുത്താനുള്ള വാർഷിക പരിശോധനയുടെ മാനദണ്ഡങ്ങൾ ഉയർത്തിയതും വിസ ദുരുപയോഗം തടയുവാൻ ഒരു പ്രധാന കാരണമായിട്ടുണ്ട്. നിരസിക്കപ്പെടുന്ന വിസകളുടെ നിരക്ക് നേരത്തെ 10% 5% കുറച്ചതും കോഴ്സ് എൻറോൾമെന്റ് നിരക്ക് നേരത്തെ 90% 95% വർദ്ധിപ്പിച്ചതും കോഴ്സ് പൂർത്തീകരണ നിരക്ക് 85% 90% വർദ്ധിപ്പിച്ചതും ഇക്കാര്യത്തിൽ ഏറെ പുരോഗതിക്ക് കാരണമായിട്ടുണ്ട്. ബ്രിട്ടീഷ് യൂണിവേഴ്സിറ്റികൾ ലോകമാകെ ആദരവ് ഏറ്റുവാങ്ങുന്ന സ്ഥാപനങ്ങളാണെന്നും യഥാർത്ഥത്തിൽ പഠിക്കണമെന്ന ആഗ്രഹത്തോടെ എത്തുന്ന വിദേശ വിദ്യാർത്ഥികളെ ബ്രിട്ടൻ എക്കാലവും വരവേൽക്കുമെന്നും മൈഗ്രേഷൻ ആൻഡ് സിറ്റിസൺഷിപ്പ് മന്ത്രി മൈക്ക് ടാപ്പ് പറഞ്ഞു. എന്നാൽ സ്റ്റുഡന്റ് വിസ ദുരുപയോഗം ചെയ്ത് ബ്രിട്ടനിൽ തങ്ങാൻ ശ്രമിക്കുന്നത് അനുവദിക്കാൻ കഴിയില്ല എന്നും മന്ത്രി ഉറപ്പിച്ചു പറയുന്നു. ബ്രിട്ടീഷ് മൈഗ്രേഷൻ സിസ്റ്റത്തെ ദുരുപയോഗം ചെയ്യാൻ ശ്രമിക്കുന്നവർ ഭരണകൂടമെല്ലാം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പഠനം പൂർത്തിയാക്കാതെ പിരിയുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നത് നൽകുന്ന സൂചന വിദ്യാർത്ഥികൾ കൂടുതലായി അനധികൃത തൊഴിലുകളിൽ ഏർപ്പെടുന്നു എന്നതാണെന്ന് സർക്കാർ വക്താവ് ചൂണ്ടിക്കാട്ടുന്നു. നിരസിക്കപ്പെടുന്ന വിസകളുടെ എണ്ണം കുറയുന്നതും എൻറോൾമെന്റ് നിരക്ക് കുറയുന്നത് സൂചിപ്പിക്കുന്നത് ചില സ്ഥാപനങ്ങൾ അപേക്ഷകരെ കുറിച്ച് വേണ്ടത്ര അന്വേഷണങ്ങളും പരിശോധനകളും നടത്തിയിട്ടില്ല എന്നതാണെന്നും വക്താവ് പറയുന്നു. ഏതെല്ലാം സ്ഥാപനങ്ങളാണ് ഉത്തരവാദിത്തത്തോടെ റിക്രൂട്ട്മെന്റ് നടത്തുന്നതെന്ന് റെഗുലേറ്റർമാർക്കും പൊതുജനങ്ങൾക്കും വ്യക്തമായി മനസ്സിലാക്കുന്നതിനായി 2027 വേനൽക്കാലം മുതൽ പുതിയ ട്രാഫിക് ലൈറ്റ് സിസ്റ്റം നിലവിൽ വരുമെന്നും സർക്കാർ വൃത്തങ്ങൾ പറയുന്നു. എബോള വൈറസ് വ്യാപനം ആഫ്രിക്കയിൽ ശക്തമായതോടെ ബ്രിട്ടനിലേക്കും രോഗം പടർന്നേക്കാമെന്ന മുന്നറിയിപ്പിനോടൊപ്പം അതിനെ നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ എടുക്കാൻ ജീവനക്കാർക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് UK ആരോഗ്യ സുരക്ഷാ ഏജൻസി. രോഗവ്യാപനം കണ്ടെത്തുന്നതിനും രോഗികളെ ഐസൊലേറ്റ് ചെയ്യുന്നതിനുമൊക്കെ തയ്യാറാണെന്ന് ഉറപ്പുവരുത്തണമെന്നാണ് ആശുപത്രികൾക്കും GP-മാർക്കും മറ്റു മുൻനിര ആരോഗ്യ പ്രവർത്തകർക്കും നൽകിയിരിക്കുന്ന പുതിയ മാർഗനിർദ്ദേശ രേഖയിൽ പറയുന്നത്. എബോള വൈറസ് വ്യാപനം ആഫ്രിക്കയിൽ ശക്തമായതോടെ ബ്രിട്ടനിലേക്കും രോഗം പടർന്നേക്കാമെന്ന മുന്നറിയിപ്പിനോടൊപ്പം അതിനെ നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ എടുക്കാൻ ജീവനക്കാർക്ക് നിർദ്ദേശം നൽകിയ UK ആരോഗ്യ സുരക്ഷാ ഏജൻസി രോഗവ്യാപനം കണ്ടെത്തുന്നതിനും രോഗികളെ ഐസൊലേറ്റ് ചെയ്യുന്നതിനുമൊക്കെ തയ്യാറാണെന്ന് ഉറപ്പുവരുത്തണമെന്നാണ് ആശുപത്രികൾക്കും GP-മാർക്കും മറ്റു മുൻനിര ആരോഗ്യ പ്രവർത്തകർക്കും നിർദ്ദേശം നൽകിയത്. ബ്രിട്ടനിൽ രോഗവ്യാപനത്തിനുള്ള സാധ്യത കുറവാണെന്ന് പറയുമ്പോൾ തന്നെ ആഫ്രിക്ക പോലുള്ള സ്ഥലങ്ങൾ സന്ദർശിച്ച് മടങ്ങുന്നവരിലൂടെ ഇത് പടരാനുള്ള സാധ്യതയും തള്ളിക്കളയുന്നില്ല. വ്യക്തിഗത സംരക്ഷണ ഉപാധികൾ ആവശ്യത്തിന് ഉണ്ടെന്ന് ഉറപ്പുവരുത്താനും നിർദ്ദേശരേഖയിൽ പറയുന്നുണ്ട്. അതുപോലെ അവയുടെ ഉപയോഗത്തിന് ആവശ്യമായ പരിശീലനം ജീവനക്കാർക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണമെന്നും അതിൽ നിർദ്ദേശിക്കുന്നുണ്ട്. രോഗബാധയുണ്ടെന്ന് സംശയം ജനിച്ചാൽ പിന്തുടരേണ്ടുന്ന പ്രോട്ടോകോളുകളെ കുറിച്ചും ജീവനക്കാർക്ക് വ്യക്തമായ നിർദ്ദേശം നൽകണമെന്നും മാർഗനിർദ്ദേശ രേഖയിൽ ആവശ്യപ്പെടുന്നുണ്ട്. അതുപോലെ ഏതൊരു രോഗവുമായി വന്നാലും നിലവിൽ രോഗബാധയുള്ള ഇടങ്ങൾ സന്ദർശിച്ചു കഴിഞ്ഞ 21 ദിവസങ്ങൾക്കുള്ളിൽ തിരികെ എത്തിയവരാണെങ്കിൽ എബോള പരിശോധന കൂടി നടത്തണമെന്ന് ക്ലിനിഷ്യന്മാർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. UK പാർലമെന്റിൽ വരും ദിവസങ്ങളിൽ നടക്കാനിരിക്കുന്ന ചോദ്യോത്തരവേളകളുടെ വിശദമായ പട്ടിക ഹൗസ് ഓഫ് കോമൺസ് പുറത്തുവിട്ടു. ജൂൺ 8 തിങ്കളാഴ്ച മുതൽ ആരംഭിക്കുന്ന സമ്മേളനങ്ങളിൽ വിവിധ സർക്കാർ വകുപ്പുകളെ പ്രതിക്കൂട്ടിലാക്കാൻ പോകുന്ന നിർണായക ചോദ്യങ്ങളാണ് ജനപ്രതിനിധികൾ ഉന്നയിക്കുക. തിങ്കളാഴ്ച നടക്കുന്ന സെഷനിൽ ആഭ്യന്തര മന്ത്രാലയമാണ് ചോദ്യങ്ങളെ നേരിടുക. ഇമിഗ്രേഷൻ നിയമങ്ങളിൽ വരുത്താൻ ഉദ്ദേശിക്കുന്ന മാറ്റങ്ങൾ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ എങ്ങനെ ബാധിക്കുമെന്നതും സ്കിൽഡ് വിസക്കാരുടെ ഇൻഡെഫിനിറ്റ് ലീവ് ടു റിമെയിൻ അഥവാ PR വ്യവസ്ഥകളിലെ പരിഷ്കാരങ്ങളും സഭയിൽ പ്രധാന ചർച്ചാ വിഷയമാകും. UK പാർലമെന്റിൽ വരും ദിവസങ്ങളിൽ നടക്കാനിരിക്കുന്ന ചോദ്യോത്തരവേളകളുടെ വിശദമായ പട്ടിക പുറത്തുവിട്ട് ഹൗസ് ഓഫ് കോമൺസ്.
ജൂൺ 8 തിങ്കളാഴ്ച മുതൽ ആരംഭിക്കുന്ന സമ്മേളനങ്ങളിൽ വിവിധ സർക്കാർ വകുപ്പുകളെ പ്രതിക്കൂട്ടിലാക്കാൻ പോകുന്ന നിർണായക ചോദ്യങ്ങളാണ് ജനപ്രതിനിധികൾ ഉന്നയിക്കുക. തിങ്കളാഴ്ച നടക്കുന്ന സെഷനിൽ ആഭ്യന്തര മന്ത്രാലയമാണ് ചോദ്യങ്ങളെ നേരിടുക. തുടർന്നുള്ള ദിവസങ്ങളിൽ പൊതുജനാരോഗ്യ മേഖലയിലെ പ്രതിസന്ധികളും സ്കോട്ട്ലൻഡിന്റെ വികസനവുമാണ് സഭയുടെ മുന്നിലെത്തുന്നത്. ജൂൺ 9 ചൊവ്വാഴ്ച ആരോഗ്യ സാമൂഹ്യ ക്ഷേമ വകുപ്പ് മന്ത്രിയോട് NHS ക്യാൻസർ പരിചരണം മെച്ചപ്പെടുത്തൽ, GP അപ്പോയിന്റ്മെന്റുകൾ ലഭിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ, സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും മാനസികാരോഗ്യ പരിപാലനം എന്നിവയെക്കുറിച്ച് MP-മാർ ചോദ്യങ്ങൾ ഉന്നയിക്കും. വിദേശത്ത് നിന്ന് റിക്രൂട്ട് ചെയ്യുന്ന ആരോഗ്യ പ്രവർത്തകരും UK-യിൽ പരിശീലനം ലഭിച്ചവരും തമ്മിലുള്ള താരതമ്യ വിലയിരുത്തലും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ജൂൺ 10 ബുധനാഴ്ച സ്കോട്ട്ലൻഡ് കാര്യങ്ങൾക്കായുള്ള സ്റ്റേറ്റ് സെക്രട്ടറിയോടാണ് ജനപ്രതിനിധികൾ ചോദ്യങ്ങൾ ചോദിക്കുക. സ്കോട്ട്ലൻഡിലെ സാമ്പത്തിക വളർച്ച, തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കൽ, ജീവിത ചെലവ് കുറയ്ക്കുന്നതിനുള്ള നടപടികൾ എന്നിവയാണ് ഈ സെഷനിൽ മുഖ്യമായും ഉന്നയിക്കപ്പെടുക. വിദ്വേഷ റാലികളിലെ പോലീസ് ഇടപെടൽ, വ്യാജ ID നിർമ്മാണം, കടകളിൽ നടക്കുന്ന മോഷണങ്ങൾ തുടങ്ങിയ ക്രമസമാധാന പ്രശ്നങ്ങളും വിവിധ ദിവസങ്ങളിലായി പാർലമെന്റിന്റെ പരിഗണനയ്ക്ക് വരുന്നുണ്ട്. സഭയിലെ വിവിധ കക്ഷികളിൽ നിന്നുള്ള പ്രതിനിധികൾ മുൻകൂട്ടി സമർപ്പിച്ച ഈ ചോദ്യങ്ങൾക്ക് അതത് വകുപ്പ് സെക്രട്ടറിമാർ നേരിട്ട് മറുപടി നൽകും. 16 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ചില സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമുകളിലേക്കുള്ള പ്രവേശനം നിരോധിക്കണമെന്ന് മുൻ ബ്രിട്ടീഷ് ആരോഗ്യ സെക്രട്ടറി വെസ് ട്രീറ്റിംഗ് ആവശ്യപ്പെട്ടു. സാമൂഹ്യ മാധ്യമങ്ങളെ പുകയില ഉൽപ്പന്നങ്ങളോട് ഉപമിച്ച അദ്ദേഹം അവ കുട്ടികളുടെ ആരോഗ്യത്തിനും മാനസിക വളർച്ചയ്ക്കും ഗുരുതര ഭീഷണിയാണെന്ന് മുന്നറിയിപ്പ് നൽകി. കുട്ടികൾക്ക് അവരുടെ ബാല്യം തിരിച്ചു നൽകേണ്ട സമയമായെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. സാമൂഹിക മാധ്യമങ്ങളെ പുകയില ഉൽപ്പന്നങ്ങളോട് ഉപമിച്ച മുൻ ബ്രിട്ടീഷ് ആരോഗ്യ സെക്രട്ടറി വെസ് ട്രീറ്റിംഗ് അവ കുട്ടികളുടെ ആരോഗ്യത്തിനും മാനസിക വളർച്ചയ്ക്കും ഗുരുതര ഭീഷണിയാണെന്ന് മുന്നറിയിപ്പ് നൽകിയതിനോടൊപ്പം 16 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ചില സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമുകളിലേക്കുള്ള പ്രവേശനം നിരോധിക്കണമെന്നും ആവശ്യപ്പെട്ടു. സാമൂഹിക മാധ്യമങ്ങൾക്ക് പ്രായപരിധി നിശ്ചയിക്കുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാർ നടത്തുന്ന പൊതുചർച്ച അവസാന ഘട്ടത്തിലാണുള്ളത്. 16 വയസ്സിന് താഴെയുള്ളവർക്ക് വിലക്കേർപ്പെടുത്തുന്നതിന് പുറമെ ലൈവ് സ്ട്രീമിംഗ്, ലൊക്കേഷൻ ഷെയറിംഗ്, അനന്തമായി സ്ക്രോൾ ചെയ്യാവുന്ന ഫീഡുകൾ തുടങ്ങിയ സവിശേഷതകൾക്കും നിയന്ത്രണം കൊണ്ടുവരുന്നത് പരിഗണനയിലുണ്ട്. വ്യക്തിഗത താൽപര്യങ്ങൾ അടിസ്ഥാനമാക്കി ഉള്ളടക്കം നിർദ്ദേശിക്കുന്ന അൽഗോരിതങ്ങൾക്കും സ്ക്രീൻ ഉപയോഗം സമയപരിധിക്കുമുള്ള നിർദ്ദേശങ്ങളും ചർച്ചയിലാണ്. സമൂഹ മാധ്യമ ഉപയോഗം കുട്ടികളിൽ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ, ആത്മഹത്യാ പ്രവണത, സ്വയം ഉപദ്രവം, ഓൺലൈൻ പീഡനം തുടങ്ങിയ ഗുരുതര പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നതായി ഡോക്ടർമാരുടെ സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നു. പ്രായപരിധി മാത്രം മതിയാകില്ല എന്നും കുട്ടികളെ ലക്ഷ്യമിട്ടുള്ള പരസ്യങ്ങൾ, പ്രൊഫൈലിംഗ്, ആകർഷകമായ ഡിസൈൻ തന്ത്രങ്ങൾ എന്നിവയ്ക്കും നിയന്ത്രണം വേണമെന്നും വിവിധ ബാലാവകാശ സംഘടനകൾ ആവശ്യപ്പെട്ടു. സർക്കാരിന്റെ അന്തിമ തീരുമാനം വരും ആഴ്ചകളിൽ പ്രഖ്യാപിക്കുമെന്നാണ് സൂചന. NHS-ലെ ജീവനക്കാർ പലസ്തീൻ അനുകൂല ബാഡ്ജുകൾ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ ചിഹ്നങ്ങൾ ധരിക്കുന്നത് വിലക്കണമെന്ന് പുതിയ റിപ്പോർട്ട് ശുപാർശ ചെയ്തു. രോഗികൾക്കും ജീവനക്കാർക്കും സുരക്ഷിതവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ അന്തരീക്ഷം ഉറപ്പാക്കുന്നതിനാണ് നിർദ്ദേശം. റിപ്പോർട്ടിലെ ശുപാർശകൾ പൂർണ്ണമായും അംഗീകരിക്കുമെന്ന് സർക്കാർ അറിയിച്ചു. ആരോഗ്യ മേഖലയിലെ വിവേചനവും വിദ്വേഷവും തടയാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. രോഗികൾക്കും ജീവനക്കാർക്കും സുരക്ഷിതവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ അന്തരീക്ഷം ഉറപ്പാക്കുന്നതിനായി NHS-ലെ ജീവനക്കാർ പലസ്തീൻ അനുകൂല ബാഡ്ജുകൾ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ ചിഹ്നങ്ങൾ ധരിക്കുന്നത് വിലക്കണമെന്ന് പുതിയ റിപ്പോർട്ട് ശുപാർശ ചെയ്തു. യഹൂദ സമൂഹത്തിനെതിരായ വിദ്വേഷ സംഭവങ്ങൾ ഗൗരവമായി കാണേണ്ടതുണ്ട് എന്ന് ബന്ധപ്പെട്ട സംഘടനകൾ പ്രതികരിച്ചു. ഏതെങ്കിലും ഒരു വിഭാഗത്തെ മാത്രം ലക്ഷ്യമിടാതെ എല്ലാ രാഷ്ട്രീയ ചിഹ്നങ്ങൾക്കും ഒരുപോലെ നിയന്ത്രണം ബാധകമാക്കണമെന്നാണ് അവരുടെ ആവശ്യം. ചില NHS ട്രസ്റ്റുകൾ നിലവിൽ തന്നെ ഇത്തരം ചിഹ്നങ്ങൾ ധരിക്കുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. രോഗികളുടെ വിശ്വാസവും ആരോഗ്യ സ്ഥാപനങ്ങളുടെ നിഷ്പക്ഷതയും സംരക്ഷിക്കേണ്ടത് പ്രധാനമാണെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. അതേസമയം ലണ്ടനിലെ ഒരു NHS ട്രസ്റ്റിന്റെ വസ്ത്രധാരണ നയം തങ്ങളുടെ പലസ്തീൻ അനുകൂല നിലപാടുകളെ അടിസ്ഥാനമാക്കി വിവേചനം കാണിക്കുന്നുവെന്ന് ആരോപിച്ച് 2 ഡോക്ടർമാരും ഒരു നഴ്സും നിയമ നടപടി ആരംഭിച്ചിട്ടുണ്ട്. 2023 ഒക്ടോബർ 7 ഹമാസ് നടത്തിയ ആക്രമണത്തിനും തുടർന്ന് ഗാസയിൽ ആരംഭിച്ച യുദ്ധത്തിനും ശേഷം ആരോഗ്യ മേഖലയിലെ യഹൂദ വിരുദ്ധ സംഭവങ്ങൾ വർദ്ധിച്ചതായി വിദഗ്ധർ പറയുന്നു. പൊതുസേവന സ്ഥാപനങ്ങൾ മതത്തിന്റെയോ വംശീയതയുടെയോ പേരിലുള്ള വിവേചനത്തെ ശക്തമായി നേരിടേണ്ടതുണ്ടെന്ന് യഹൂദ സംഘടനകളുടെ പ്രതിനിധികൾ ആവശ്യപ്പെട്ടു. NHS എല്ലാ വിഭാഗം ജീവനക്കാർക്കും രോഗികൾക്കും ഒരുപോലെ സുരക്ഷിതവും സ്വാഗതാർഹവുമായ ഇടമായി തുടരണമെന്നും അവർ ആവശ്യപ്പെട്ടു. ആനന്ദ് TV 5ാം ഫിലിം അവാർഡ് 2026 ജൂൺ 13 വർണ്ണാഭമായ തുടക്കം. മലയാള സിനിമ, ടെലിവിഷൻ, ബിസിനസ് എന്നീ മേഖലകളിലെ മികവിന് യൂറോപ്യൻ മലയാളികൾ ചേർന്ന് നൽകുന്ന പുരസ്കാരമാണ് ആനന്ദ് TV അവാർഡ്. UK-യിലെ മാഞ്ചസ്റ്റർ ടു അപ്പോളോ വേദിയിലാണ് ഈ അവാർഡ് ദിശ അരങ്ങേറുന്നത്. ഗാലപ്പോൾ വഴിയാണ് അവാർഡ് ജേതാക്കളെ തിരഞ്ഞെടുക്കുന്നത്. മലയാള സിനിമ, ടെലിവിഷൻ, ബിസിനസ് എന്നീ മേഖലകളിലെ മികവിന് യൂറോപ്യൻ മലയാളികൾ ചേർന്ന് നൽകുന്ന ആനന്ദ് TV 5ാം ഫിലിം അവാർഡ് 2026 ജൂൺ 13 UK-യിലെ മാഞ്ചസ്റ്റർ ടു അപ്പോളോ വേദിയിൽ നടക്കും. മലയാള സിനിമാ ലോകത്തെ അഭിനയ പ്രതിഭകൾ ചടങ്ങിന്റെ മുഖ്യ ആകർഷണമാകും. മലയാള സിനിമയുടെ അഭിനയ കുലപതി മമ്മൂട്ടി ഉൾപ്പെടെ സുരാജ് വെഞ്ഞാറമൂട്, രമേശ് പിഷാരടി, ഭാവന, ഉണ്ണി മുകുന്ദൻ, മനോജ് K. ജയൻ, അനന്യ, അനശ്വര രാജൻ, മിഥുൻ രമേശ്, നിഖില വിമൽ, ഗായകരായ MG ശ്രീകുമാർ, സിത്താര കൃഷ്ണകുമാർ എന്നിവർ അവാർഡിൽ അണിനിരക്കും. പരിപാടിക്ക് മാറ്റുകൂട്ടാൻ സിനിമാ താരങ്ങളുടെ നൃത്ത സംഗീത വിരുന്നും സ്കിറ്റും ഉൾപ്പെടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറും. ടിക്കറ്റിനും കൂടുതൽ വിവരങ്ങൾക്കുമായി താഴെ കൊടുക്കുന്ന ലിങ്കിലും നമ്പറിലും ബന്ധപ്പെടുക.
അമേരിക്കൻ സൈനികർക്ക് നേരെ ആക്രമണം ഉണ്ടായാൽ ഇറാനെതിരെ വീണ്ടും പൂർണ്ണതോതിലുള്ള യുദ്ധം ആരംഭിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ശക്തമായ മുന്നറിയിപ്പ്. നിലവിലുള്ള താൽക്കാലിക വെടിനിർത്തൽ അവസാനിപ്പിച്ച് സൈനിക നടപടികളിലേക്ക് കടക്കാനുള്ള തന്റെ ഏക റെഡ് ലൈൻ US സൈനികരുടെ ജീവനാണെന്നും ട്രംപ് വ്യക്തമാക്കി. ഇറാൻ തങ്ങളുടെ സൈനികരെ ലക്ഷ്യമിടുകയും ഏതെങ്കിലും US സൈനികൻ കൊല്ലപ്പെടുകയും ചെയ്താൽ വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചടിക്കുമെന്നും യുദ്ധം ആരംഭിക്കുമെന്നും ഓവൽ ഓഫീസിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെയാണ് ട്രംപ് പറഞ്ഞത്. അമേരിക്കൻ സൈനികർക്ക് നേരെ ആക്രമണം ഉണ്ടായാൽ ഇറാനെതിരെ വീണ്ടും പൂർണ്ണതോതിലുള്ള യുദ്ധം ആരംഭിക്കുമെന്നും നിലവിലുള്ള താൽക്കാലിക വെടിനിർത്തൽ അവസാനിപ്പിച്ച് സൈനിക നടപടിയിലേക്ക് കടക്കാനുള്ള തന്റെ ഏക റെഡ് ലൈൻ US സൈനികരുടെ ജീവനാണെന്നും വ്യക്തമാക്കി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനുമായുള്ള ചർച്ചകൾ മികച്ച രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെന്നും ഉടൻ തന്നെ ഒരു വലിയ കരാറിലേക്ക് ഇരു രാജ്യങ്ങളും എത്തിയേക്കാമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. മുൻപുണ്ടായ ശക്തമായ ആക്രമണങ്ങളിലൂടെ ഇറാന്റെ വ്യോമസേനയും നാവികസേനയും തകർത്തു കഴിഞ്ഞതായും അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും പ്രധാന നേതൃത്വവും ഇല്ലാതാക്കിയതായും ട്രംപ് അവകാശപ്പെട്ടു. മിഡിൽ ഈസ്റ്റിലെ US സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാന്റെ ഭാഗത്തു നിന്നും അടുത്തിടെയായി മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടായ പശ്ചാത്തലത്തിലാണ് ട്രംപിന്റെ ഈ കടുത്ത പ്രതികരണം പുറത്തുവന്നത്. ചെറിയ രീതിയിലുള്ള സംഘർഷങ്ങൾ സഹിച്ച് വലിയൊരു യുദ്ധം ഒഴിവാക്കാൻ താൻ തയ്യാറാണെങ്കിലും അമേരിക്കൻ സൈനികരുടെ മരണം സംഭവിച്ചാൽ അത് വെടിനിർത്തലിന്റെ അവസാനമായിരിക്കുമെന്നാണ് ട്രംപ് വ്യക്തമാക്കുന്നത്. ഇടതുപക്ഷ ഭരണകൂടങ്ങൾക്കെതിരെ വിമർശനവുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇടതുപക്ഷ ഭരണമുള്ള ഇടങ്ങൾ കടുത്ത നാശത്തിലേക്ക് പോകുമെന്ന് ട്രംപ് വിമർശിച്ചു. തന്റെ ഔദ്യോഗിക സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലാണ് ട്രംപിന്റെ പ്രസ്താവന. ഇടതുപക്ഷ ഭരണമുള്ള ഇടങ്ങൾ കടുത്ത നാശത്തിലേക്ക് പോകുമെന്ന തരത്തിൽ ഇടതുപക്ഷ ഭരണകൂടങ്ങൾക്കെതിരെ വിമർശനവുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കമ്മ്യൂണിസ്റ്റുകാർക്ക് ആദ്യകാലത്ത് എപ്പോഴും വോട്ടർമാരുടെ അല്ലെങ്കിൽ ജനങ്ങളുടെ ഇടയിൽ വലിയ പിന്തുണ ലഭിക്കാറുണ്ട്. എന്നാൽ അവസാനം ആ രാജ്യമോ സംസ്ഥാനമോ നഗരമോ പൂർണ്ണമായും തകർന്നടിയും. മുൻപെങ്ങും കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള വലിയ ആക്രമണങ്ങൾ അവിടെ അരങ്ങേറും. ഒടുവിൽ അത് ദാരിദ്ര്യത്തിലും തകർച്ചയിലും കുറ്റകൃത്യങ്ങളിലും കലാശിക്കുകയും ചെയ്യും. ഓർക്കുക, ആദ്യം കണ്ണഞ്ചിപ്പിക്കുന്ന ജനപ്രീതി, പിന്നീട് ഉറപ്പായ മരണവും വിനാശവുമാണ് ഇടതുപക്ഷം നൽകുക എന്നും ട്രംപ് കുറിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രശംസിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. മോദി തന്റെ നല്ല സുഹൃത്താണെന്ന് പറഞ്ഞ ട്രംപ് അദ്ദേഹവുമായുള്ള സൗഹൃദം ഇന്ത്യയും US തമ്മിലുള്ള ഒരു വ്യാപാര കരാറിലെത്താൻ സഹായിക്കുമെന്ന് പ്രത്യാശ പ്രകടിപ്പിച്ചു. വൈറ്റ് ഹൌസിലെ ഓവൽ ഓഫീസിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രശംസിച്ച് മോദി തന്റെ നല്ല സുഹൃത്താണെന്ന് പറഞ്ഞ ട്രംപ് അദ്ദേഹവുമായുള്ള സൗഹൃദം ഇന്ത്യയും US തമ്മിലുള്ള ഒരു വ്യാപാര കരാറിലെത്താൻ സഹായിക്കുമെന്ന് പ്രത്യാശ പ്രകടിപ്പിച്ചു. അതേസമയം വർഷങ്ങളായി ഇന്ത്യ US വ്യാപാര ബന്ധത്തിൽ നിന്ന് ഉയർന്ന താരിഫുകൾ വഴി നേട്ടമുണ്ടാക്കിയിട്ടുണ്ടെന്നും ട്രംപ് ആരോപിച്ചു. എന്നാൽ അമേരിക്ക തീരുവ ചുമത്തുകയും പുതിയ നയങ്ങൾ കൊണ്ടുവരികയും ചെയ്തതോടെ ഈ സാഹചര്യം മാറിയെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക ബന്ധം ശക്തമാക്കുന്നതിനും നിലനിൽക്കുന്ന വ്യാപാര തർക്കങ്ങൾ പരിഹരിക്കുന്നതിനുമുള്ള തീവ്ര ശ്രമങ്ങൾക്കിടയിലാണ് ട്രംപിന്റെ ഈ പ്രസ്താവന. വ്യാപാര കരാർ ചർച്ചകൾ പുരോഗമിക്കുമ്പോഴും ഇന്ത്യ ഉൾപ്പെടെയുള്ള 60 രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് 12.5% അധിക നികുതി ചുമത്താനുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ നീക്കം ആശങ്കയുയർത്തുന്നുണ്ട്. കരാർ പ്രകാരം ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ മേലുള്ള നികുതി 50% നിന്ന് 18% കുറയ്ക്കണമെന്ന് അമേരിക്ക സമ്മതിച്ചിട്ടുണ്ട്. ജൂൺ 1 മുതൽ 4 വരെ ന്യൂഡൽഹിയിൽ വെച്ച് ഇരു രാജ്യങ്ങളിലെയും ഉദ്യോഗസ്ഥർ വിപുലമായ ചർച്ചകൾ നടത്തി. ചരക്ക് വ്യാപാരം, കസ്റ്റംസ് നടപടികൾ, സാമ്പത്തിക സുരക്ഷാ സഹകരണം തുടങ്ങിയ വിഷയങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. കരാർ അതിന്റെ അന്തിമ ഘട്ടത്തിലാണെന്നും മിക്ക പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടതായും അമേരിക്കൻ അംബാസിഡർ സെർജിയോ ഗോറും ഇന്ത്യൻ വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 128.23 ഇന്ത്യൻ രൂപ. ഒരു പൗണ്ട് 1.16 യൂറോ. ഒരു US ഡോളർ 95.44 ഇന്ത്യൻ രൂപ. ഒരു യൂറോ 110.94 ഇന്ത്യൻ രൂപ. ഒരു പൗണ്ട് 1.34 US ഡോളർ. ഒരു കനേഡിയൻ ഡോളർ 68.68 ഇന്ത്യൻ രൂപ. ഇനി ഒരു ഇടവേളയ്ക്ക് ശേഷം നാഷണൽ ന്യൂസ്. ഫിഫ്ത് ആനന്ദ് TV ഫിലിം അവാർഡ്സ് ജൂൺ 13 അപ്പോളോ മാഞ്ചസ്റ്ററിൽ. For more details and tickets, call 020-8548-4897. നമസ്കാരം, നാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. സത്യപ്രതിജ്ഞ ചൊല്ലി അധികാരത്തിലേറിയതിനു പിന്നാലെ കർണാടകയിൽ DK ശിവകുമാർ മന്ത്രിസഭയിൽ പൊട്ടിത്തെറി. മുതിർന്ന കോൺഗ്രസ് നേതാവും ജലസേചന വകുപ്പ് മന്ത്രിയുമായ രാമലിംഗ റെഡ്ഡി മന്ത്രിസ്ഥാനം രാജിവെച്ചു. ചോദിച്ച വകുപ്പ് നൽകാത്തതിലുള്ള അതൃപ്തിയാണ് രാജിക്ക് പിന്നിലെന്നാണ് വിവരം. സത്യപ്രതിജ്ഞ ചൊല്ലി അധികാരത്തിലേറിയതിനു പിന്നാലെ കോൺഗ്രസ് നേതാവും ജലസേചന വകുപ്പ് മന്ത്രിയുമായ രാമലിംഗം റെഡ്ഡി ചോദിച്ച വകുപ്പ് നൽകാത്തതിലുള്ള അതൃപ്തി കാരണം മന്ത്രിസ്ഥാനം രാജിവെച്ചു. ബാംഗ്ലൂരു നഗരവികസന വകുപ്പായിരുന്നു അദ്ദേഹം ആവശ്യപ്പെട്ടത്. എന്നാൽ ഇത് നൽകാൻ തയ്യാറാകാത്തതിനെ തുടർന്ന് രാമലിംഗ റെഡ്ഡി അസ്വസ്ഥനായിരുന്നു. തുടർന്ന് രാജി സമർപ്പിക്കുകയായിരുന്നുവെന്ന് അടുത്ത വൃത്തങ്ങളെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. DK ശിവകുമാർ മുഖ്യമന്ത്രിയാകുന്നതിന് മുൻപ് തന്നെ ബാംഗ്ലൂരു നഗരവികസന വകുപ്പ് രാമലിംഗ റെഡ്ഡിക്ക് വാഗ്ദാനം ചെയ്തിരുന്നുവെന്ന് അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങൾ അവകാശപ്പെടുന്നു. കർണാടക സർക്കാരിൽ ഏറ്റവും സ്വാധീനമുള്ള വകുപ്പായാണ് ബാംഗ്ലൂരു നഗരവികസന മന്ത്രാലയത്തെ കാണുന്നത്. DK ശിവകുമാർ അധികാരമേറ്റതിന് പിന്നാലെ കൃഷ്ണ ബൈര ഗൌഡയ്ക്കാണ് ബാംഗ്ലൂരു നഗരവികസന വകുപ്പ് നൽകിയിരിക്കുന്നത്.
സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയായിരുന്ന ഘട്ടത്തിൽ DK ശിവകുമാർ ആയിരുന്നു ബാംഗ്ലൂരു നഗരവികസന വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത്. താൻ മുഖ്യമന്ത്രിയാകുന്ന ഘട്ടത്തിൽ ഈ വകുപ്പ് കൈമാറണമെന്നായിരുന്നു രാമലിംഗ റെഡ്ഡിക്ക് DK നൽകിയിരുന്ന ഉറപ്പ്. DK മുഖ്യമന്ത്രിയായ ഘട്ടത്തിൽ ഈ വാഗ്ദാനം രാമലിംഗ റെഡ്ഡി ഓർമ്മിപ്പിക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസമാണ് വകുപ്പ് വിഭജനം പൂർത്തിയായത്. എന്നാൽ ഇതിൽ രാമലിംഗ റെഡ്ഡിക്ക് ജലസേചന വകുപ്പാണ് നൽകിയത്. ഇന്ധന പ്രതിസന്ധിയിൽ കുടുങ്ങി ഇൻഡിഗോ അന്താരാഷ്ട്ര വിമാന സർവീസ്. 6 ഇടങ്ങളിലേക്കുള്ള അന്താരാഷ്ട്ര വിമാന സർവീസുകൾ നിർത്തി ഇൻഡിഗോ വിമാന കമ്പനി. ഹോങ്കോങ്, ഷാങ്ഹായ്, ക്രാബി അടക്കമുള്ള വിമാന സർവീസുകളാണ് നിർത്തിയത്. ജൂലൈ 1 മുതൽ സെപ്റ്റംബർ 30 വരെയാണ് സർവീസുകൾ വെട്ടിച്ചുരുക്കുന്നത്. ഇന്ധന പ്രതിസന്ധി വിമാന സർവീസുകളെയും സാരമായി ബാധിച്ചു തുടങ്ങി. ഇന്ധന പ്രതിസന്ധിയിൽ കുടുങ്ങി 6 ഇടങ്ങളിലേക്കുള്ള അന്താരാഷ്ട്ര വിമാന സർവീസുകൾ നിർത്തി ഇൻഡിഗോ വിമാന കമ്പനി. ഒക്ടോബർ 1 ശേഷം മാത്രമാണ് ബുക്കിംഗ് പഴയ രീതിയിൽ തുടരുകയുള്ളൂ എന്നും ഇൻഡിഗോ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. ഇന്ധന പ്രതിസന്ധിയെ തുടർന്ന് ചിലവ് താങ്ങാനാവുന്നില്ല എന്നാണ് വിമാന കമ്പനി വ്യക്തമാക്കുന്നത്. പ്രതിസന്ധികളെ തുടർന്ന് എയർ ഇന്ത്യയും അന്താരാഷ്ട്ര സർവീസുകൾ വെട്ടിച്ചുരുക്കിയിരുന്നു. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് ആഗോള എണ്ണവില ഉയരുന്നതാണ് പ്രതിസന്ധിക്ക് കാരണം. രാജ്യത്തെ എണ്ണവില കുതിച്ചുയരുകയാണ്. വിമാന ഇന്ധനമായ ATF-ന്റെ വിലയിൽ വൻ വർധനവാണ് ഉണ്ടായത്. നികുതിയടക്കം കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ചത് ഇന്ത്യൻ വിമാന കമ്പനികൾക്ക് വൻ തിരിച്ചടി ഉണ്ടാക്കി. എക്സൈസ് നികുതി കുറയ്ക്കണമെന്നാവശ്യപ്പെട്ട് വിമാന കമ്പനികൾ പലതവണ കേന്ദ്ര സർക്കാരിനെ സമീപിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് വിമാന സർവീസുകൾ വെട്ടിച്ചുരുക്കുന്ന നടപടിയിലേക്ക് കമ്പനികൾ കടന്നത്. അഭ്യൂഹങ്ങൾക്കൊടുവിൽ BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K അണ്ണാമലൈ പാർട്ടി വിട്ടു. BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ അണ്ണാമലയുടെ രാജി സ്വീകരിച്ചു. വെള്ളിയാഴ്ച ഉച്ചയോടെ അണ്ണാമലൈ മാധ്യമങ്ങളെ കാണുമെന്നാണ് വിവരം. രാജി സ്വീകരിച്ച കാര്യം വാർത്താക്കുറിപ്പിലൂടെയാണ് BJP നേതൃത്വം അറിയിച്ചത്. തിങ്കളാഴ്ച ഡൽഹിയിലെത്തിയ അണ്ണാമലൈ BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീനുമായും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായും ചർച്ച നടത്തിയിരുന്നു. തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് ഉന്നത നേതൃത്വം അണ്ണാമലയോട് ആവശ്യപ്പെട്ടതായുള്ള വിവരവും പുറത്തുവന്നിരുന്നു. എന്നാൽ അതിനു പിന്നാലെ അഭ്യൂഹങ്ങൾക്കൊടുവിൽ BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K അണ്ണാമലൈ പാർട്ടി വിടുകയാണ് ഉണ്ടായത്. ഭാവി പരിപാടിയെക്കുറിച്ച് ഇതുവരെ മനസ്സ് തുറന്നിട്ടില്ലാത്ത അദ്ദേഹം വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12-ന് സാമൂഹിക മാധ്യമത്തിലൂടെ അനുയായികളെ അഭിസംബോധന ചെയ്യുമെന്നാണ് വിവരം. മനസ്സ് തുറന്ന സംവാദമായിരിക്കും അതെന്ന് അണ്ണാമലൈ വ്യാഴാഴ്ച സാമൂഹിക മാധ്യമ സന്ദേശത്തിൽ പറഞ്ഞിരുന്നു. BJP-യിൽ നിന്ന് രാജിവെച്ച് പുതിയ സന്നദ്ധ സംഘടനയ്ക്ക് രൂപം നൽകുമെന്ന പ്രഖ്യാപനമാണ് അണ്ണാമലൈ നടത്തുകയെന്നാണ് അദ്ദേഹത്തിന്റെ അനുയായികൾ പ്രതീക്ഷിക്കുന്നത്. പുതിയ സംഘടനയ്ക്ക് സൂപ്പർ താരം രജനീകാന്ത് ഉൾപ്പെടെയുള്ളവരുടെ പിന്തുണയുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട്. ദേശീയ നേതൃത്വത്തിന്റെ അനുഗ്രഹം പുതിയ സംരംഭത്തിന് വേണമെന്നതുകൊണ്ടാണ് ഡൽഹിയിൽ പോയി നേതാക്കളെ കണ്ടത്. സന്നദ്ധ സംഘടനയായി തുടങ്ങി പിന്നീട് രാഷ്ട്രീയ കക്ഷിയായി മാറ്റാനാണ് അദ്ദേഹത്തിന്റെ ഉദ്ദേശമെന്ന് അടുത്ത വൃത്തങ്ങൾ പറയുന്നു. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി. ED അന്വേഷണത്തിന് അനുമതി നൽകിയ സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ CMRL നൽകിയ അപ്പീലിലാണ് ജസ്റ്റിസുമാരായ A രാജ, വിജയരാഘവൻ, KV ജയകുമാർ എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചിന്റെ നിർണായക വിധി. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട കേസിൽ ED അന്വേഷണത്തിന് അനുമതി നൽകിയ സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ CMRL നൽകിയ അപ്പീലിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി. സുപ്രീം കോടതിയെ സമീപിക്കാൻ 2 ആഴ്ചത്തെ സാവകാശം CMRL അഭിഭാഷകൻ അഭ്യർത്ഥിച്ചുവെങ്കിലും കോടതി അനുവദിച്ചില്ല. നിർണായക കോടതി വിധി പുറത്തു വന്നതോടെ അടുത്ത ഘട്ട നടപടികൾ ചർച്ച ചെയ്യാൻ കൊച്ചിയിലുള്ള ED ഡയറക്ടർ രാഹുൽ നവീന്റെ നേതൃത്വത്തിൽ കേന്ദ്ര ഏജൻസി യോഗം ചേരും. ED അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് CMRL നൽകിയ ഹർജി തള്ളിയ സിംഗിൾ ബെഞ്ച് ഉത്തരവിൽ ഇടപെടാനുള്ള കാരണങ്ങളൊന്നുമില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഡിവിഷൻ ബെഞ്ചിന്റെ തീരുമാനം. കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട് ECIR രജിസ്റ്റർ ചെയ്ത് തെളിവ് ശേഖരണത്തിനായി നോട്ടീസ് അയക്കാൻ EDക്ക് അധികാരമുണ്ടോ? ഷെഡ്യൂൾഡ് കുറ്റകൃത്യത്തെക്കുറിച്ച് FIR രജിസ്റ്റർ ചെയ്യാതെ അന്വേഷിക്കാമോ തുടങ്ങി EDയുടെ അധികാര പരിധിയെ ചോദ്യം ചെയ്തുകൊണ്ടാണ് CMRL നൽകിയ അപ്പീലിലെ കാര്യങ്ങളാണ് കോടതി പരിശോധിച്ചത്. സിവിൽ നടപടികളുമായി ബന്ധപ്പെട്ട് ECIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തുന്നതിൽ നിയമപരമായി തെറ്റില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ED വാദം കോടതി അംഗീകരിച്ചത്. അതുകൊണ്ട് തന്നെ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം അന്വേഷണം നടത്താൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കഴിയും. ഇക്കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ടാണ് സിംഗിൾ ബെഞ്ച് ഉത്തരവിട്ടിരിക്കുന്നതെന്നും അതുകൊണ്ട് തന്നെ ഇതിൽ ഇടപെടാൻ കാരണങ്ങൾ കാണുന്നില്ല എന്നും വ്യക്തമാക്കിക്കൊണ്ട് CMRL അപ്പീൽ ഡിവിഷൻ ബെഞ്ച് തള്ളുകയായിരുന്നു. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെ ഉന്നം വെച്ച് പരോക്ഷ വിമർശനവുമായി കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യ വിനോദിനി ബാലകൃഷ്ണൻ. കോടിയേരിയുടെ മരണശേഷം CPM ഉന്നത നേതൃത്വത്തിൽ നിന്ന് നേരിട്ടത് ക്രൂരമായ അവഗണനയെന്ന് വിനോദിനി പറയുന്നു. ആവശ്യത്തിന് വിളിച്ചാൽ PB അംഗം ഫോൺ എടുക്കാറില്ല. തങ്ങളെ നേതാക്കൾ തിരിഞ്ഞുപോലും നോക്കിയില്ല എന്ന് പച്ചക്കുതിര മാസികയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ വിനോദിനി പറഞ്ഞു. കോടിയേരി മരിച്ച് 4 വർഷത്തിന് ശേഷമാണ് കുടുംബം പ്രതികരണവുമായി എത്തുന്നത്. കോടിയേരി വിട്ടുപോയതിനു ശേഷം പാർട്ടി നേതൃത്വത്തിലുള്ളവരുടെ സമീപനത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് മരണവും സംസ്കാരവും കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞുപോയി. നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ നേതൃത്വത്തിൽ നിന്ന് പിന്നെ ആരും ബന്ധപ്പെട്ടിട്ടില്ല. നീ ഓക്കെയാണോ? ഞങ്ങളൊക്കെ കൂടെയുണ്ട് എന്ന് പോലും പറഞ്ഞിട്ടില്ല. സാധാരണ പ്രവർത്തകരെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, വലിയ ചില നേതാക്കളെ കുറിച്ചാണ്. അവരൊന്നും ഇവിടെ വരികയും സഹദുഃഖം പങ്കിടുകയും ചെയ്യണമെന്നല്ല. സ്വന്തം പോക്കറ്റിലുള്ള ഫോൺ എടുത്തൊന്ന് സംസാരിക്കാൻ പോലും ആർക്കും തോന്നാത്ത കാലമായി ഇത് മാറിയോ? പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടി പാർട്ടിയിലെ പ്രധാനപ്പെട്ട ഒരു നേതാവിനെ പലതവണ ഞാൻ വിളിച്ചിട്ടും ഫോൺ എടുത്തില്ല, തിരിച്ചു വിളിച്ചതുമില്ല. വ്യക്തിപരമായ കാര്യം സാധിക്കാനായിരിക്കും വിളിക്കുന്നതെന്നോ മറ്റോ അദ്ദേഹം കരുതുന്നുണ്ടോ എന്നറിയില്ല.
ആഭ്യന്തരമന്ത്രിയും സംസ്ഥാന സെക്രട്ടറിയും പോളിറ്റ് ബ്യൂറോ അംഗവുമായിരുന്ന കോടിയേരിയുടെ മരണം നടന്ന 4 വർഷത്തിനിടയിൽ എനിക്കുണ്ടായ അനുഭവമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. കുടുംബത്തോടുള്ള സമീപനമാണ് പറയുന്നത്. ഇത് എന്റെ മാത്രം അനുഭവമായിരിക്കുമോ, അതോ എല്ലാ രംഗത്തും ഒരു സന്ദർഭത്തിൽ സ്ത്രീകൾ ആരുമില്ലാതാകുന്ന അവസ്ഥയിൽ എത്തിച്ചേരുന്നതാണോ? വിനോദിനി ബാലകൃഷ്ണൻ ഇങ്ങനെ തുടങ്ങി. പേര് പറയാത്ത ആ നേതാവ് പിണറായി വിജയനായിരിക്കുമെന്ന് വായനക്കാർ ധരിക്കുമെന്ന ചോദ്യകർത്താവിന്റെ ചോദ്യത്തിന് അല്ല എന്നായിരുന്നു മറുപടി. വിജയേട്ടൻ വിളിച്ചാൽ ഫോൺ എടുക്കുകയും അപ്പോൾ പറ്റിയില്ല എങ്കിൽ തിരിച്ചു വിളിക്കുകയും ചെയ്യുന്ന ആളാണ്. ഞാൻ ഉദ്ദേശിച്ചത് പോളിറ്റ് ബ്യൂറോ അംഗം കൂടിയായ കേരളത്തിലെ പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന നേതാവിനെ കുറിച്ചാണ്. കോടിയേരിയുടെ മരണത്തിന് ശേഷം അതിന്റെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞതിനിപ്പുറം ഈ 4 വർഷത്തിനിടയിൽ അദ്ദേഹം ഒരിക്കലും എന്നെ ഫോണിൽ പോലും ബന്ധപ്പെട്ടിട്ടില്ല. ഇക്കാലത്തിനിടയിൽ വല്ലപ്പോഴും ഞാൻ അങ്ങോട്ട് വിളിച്ചാൽ ഫോൺ എടുക്കാറുമില്ല എന്നും വിനോദിനി ബാലകൃഷ്ണൻ പറഞ്ഞു. BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ദേശീയ ഭാരവാഹിയാവും. ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ജനറൽ സെക്രട്ടറി ആവാനാണ് സാധ്യത എന്നാണ് വിവരം. സ്ഥാനമൊഴിഞ്ഞ അധ്യക്ഷൻ എന്ന പരിഗണനയാവും ലഭിക്കുക. അനിൽ ആന്റണിയും അബ്ദുള്ള കുട്ടിയും നിലവിൽ ദേശീയ ഭാരവാഹികളാണ്. BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ജനറൽ സെക്രട്ടറിയായി ദേശീയ ഭാരവാഹിയാകുമെന്ന് റിപ്പോർട്ട്. അതേസമയം കേന്ദ്ര മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കണമെന്ന ആവശ്യവുമായി സുരേഷ് ഗോപി രംഗത്തെത്തിയിട്ടുണ്ട്. ദേശീയ അധ്യക്ഷൻ അമിത്ഷാ അടക്കമുള്ള നേതാക്കളെ നിലപാട് അറിയിച്ചു. കേന്ദ്ര മന്ത്രിസഭാ പുനഃസംഘടന നടക്കാനിരിക്കെയാണ് മാറ്റം ആവശ്യപ്പെട്ടത്. മന്ത്രിയായ ശേഷം സിനിമ ചെയ്യാൻ കഴിയുന്നില്ല എന്ന് അദ്ദേഹം അറിയിച്ചു. ഈ മാസം പകുതിയോടെ മന്ത്രിസഭാ പുനഃസംഘടന ഉണ്ടാകുമെന്നാണ് വിവരം. 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പ്, അടുത്ത വർഷം നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ എന്നിവ ലക്ഷ്യം വെച്ചുള്ള മന്ത്രിസഭാ പുനഃസംഘടനയ്ക്കാണ് BJP ഒരുങ്ങുന്നത്. കേന്ദ്ര മന്ത്രിസഭയിൽ ഏറ്റവും അധികം ആരോപണം നേരിടുന്ന കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ മാറ്റുമോ എന്നാണ് ആകാംക്ഷ. പ്രതിപക്ഷ പാർട്ടികളും CJP അടക്കമുള്ള സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളും മന്ത്രിയുടെ രാജിക്കായി മുറവിളി ശക്തമാക്കുന്ന സമയം കൂടിയാണിത്. 10 മുതൽ 12 വരെ വകുപ്പുകളിൽ അഴിച്ചുപണിക്ക് സാധ്യതയാണ് കാണുന്നത്. റെയിൽവേ, ധനം അടക്കം പ്രധാന വകുപ്പുകളിൽ അഴിച്ചുപണിക്ക് സാധ്യത പറയുന്നു. സ്പോർട്സ്. ലോകകപ്പ് സന്നാഹ മത്സരത്തിൽ അട്ടിമറി. ചരിത്രത്തിൽ ആദ്യമായി ഐവറി കോസ്റ്റ് ഫ്രാൻസിനെ തോൽപ്പിച്ചു. 1-2 ഗോളുകൾക്കാണ് ഐവറി കോസ്റ്റിന്റെ ജയം. ആദ്യ പകുതിയിൽ 1 ഗോളിന് മുന്നിട്ട് നിന്ന ഫ്രാൻസിന് രണ്ടാം പകുതിയിൽ മുന്നേറ്റം നിലനിർത്താൻ കഴിഞ്ഞില്ല. 53-ാം മിനിറ്റിലും 84-ാം മിനിറ്റിലുമാണ് ഐവറി കോസ്റ്റ് ഗോളുകൾ നേടിയത്. ടൂർണമെന്റിന് തൊട്ടു മുൻപ് ദുർബലരെന്നു കരുതുന്ന ടീമിനോട് തോറ്റത് ഫ്രാൻസിന് വമ്പൻ തിരിച്ചടിയാണ്. ലോകകപ്പ് സന്നാഹ മത്സരത്തിൽ ചരിത്രത്തിൽ ആദ്യമായി ഐവറി കോസ്റ്റ് ഫ്രാൻസിനെ തോൽപ്പിച്ച് അട്ടിമറി വിജയം നേടി. അതേസമയം സന്നാഹ മത്സരത്തിൽ ഇറാഖിനോട് സമനില വഴങ്ങി സ്പെയിൻ. ഇരു ടീമുകളും ഓരോ ഗോൾ വീതമാണ് നേടിയത്. മത്സരത്തിന്റെ 15 മിനിറ്റിൽ ഫെറാൻ ടോറസ് ആണ് സ്പെയിനിനായി ഗോൾ നേടിയത്. എന്നാൽ 26 മിനിറ്റിൽ തന്നെ ഇറാഖ് തിരിച്ചടിച്ചു. മെർച്ചാസ് ഡോസ്കിയാണ് സമനില ഗോൾ നേടിയത്. തിങ്കളാഴ്ച നടക്കുന്ന അടുത്ത സന്നാഹ മത്സരത്തിൽ സ്പെയിൻ പെറുവിനെ നേരിടും. കൂടാതെ ഫിഫ ലോകകപ്പ് വേദികളിൽ വെള്ളക്കുപ്പികൾക്ക് വിലക്ക്. കാണികൾ കുപ്പികൾ മൈതാനത്തേക്ക് എറിയുന്നത് ഒഴിവാക്കാനാണ് ഫിഫയുടെ തീരുമാനം. നേരത്തെ 1 ലിറ്റർ വരെയുള്ള സുതാര്യമായ പ്ലാസ്റ്റിക് കുപ്പികൾ കയ്യിൽ കരുതാമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. ഇതിൽ മാറ്റം വരുത്തിയ ഫിഫ കപ്പുകൾ, ജാറുകൾ, കാനുകൾ എന്നിവയ്ക്കും നിരോധനം ഏർപ്പെടുത്തി. കളിക്കാർ, റഫറിമാർ, ആരാധകർ, വോളണ്ടിയർമാർ, ജീവനക്കാർ എന്നിവരുടെ എല്ലാം ആരോഗ്യവും സുരക്ഷയും സംരക്ഷിക്കാനാണ് തീരുമാനമെന്നും കാണികൾക്ക് സ്റ്റേഡിയത്തിനകത്തുനിന്ന് വെള്ളം വാങ്ങാൻ സൗകര്യമൊരുക്കുമെന്നും ഫിഫ വ്യക്തമാക്കി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിദേശ വിദ്യാർത്ഥികളെ റിക്രൂട്ട് ചെയ്യുന്നതിനുള്ള മാനദണ്ഡങ്ങൾ കൂടുതൽ കർക്കശമാക്കി ബ്രിട്ടീഷ് സർക്കാർ. ബ്രിട്ടനിൽ വിസ ദുരുപയോഗം ചെയ്യുന്നവരുടെ എണ്ണത്തിൽ വൻ വർധനവ്. സർക്കാർ എടുത്ത നടപടികളിൽ സ്റ്റുഡന്റ് വിസയിലെത്തിയ അഭ്യർത്ഥനയായി അപേക്ഷിക്കുന്നവരുടെ എണ്ണത്തിൽ ഉണ്ടായത് 30% കുറവ്. കോഴ്സ് പൂർത്തിയാക്കാതെ പഠനം നിർത്തുന്നവരുടെ എണ്ണം ഒരു നിശ്ചിത പരിധി കടന്നാൽ വിദേശ വിദ്യാർത്ഥികളെ റിക്രൂട്ട് ചെയ്യുന്നതിനുള്ള അവകാശം യൂണിവേഴ്സിറ്റികൾക്ക് നിഷേധിക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ പ്രഖ്യാപിച്ച് സർക്കാർ. റിക്രൂട്ട്മെന്റുകൾ ഉത്തരവാദിത്തത്തോടെ നടത്തിയില്ല എങ്കിൽ പിഴ ഉൾപ്പെടെയുള്ള ശിക്ഷാ നടപടികൾ യൂണിവേഴ്സിറ്റികൾ നേരിടേണ്ടി വരും. എബോള വൈറസ് വ്യാപനം ആഫ്രിക്കയിൽ ശക്തമായതോടെ ബ്രിട്ടനിലേക്കും രോഗം പടർന്നേക്കാമെന്ന് മുന്നറിയിപ്പ്. രോഗത്തെ നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ എടുക്കാൻ ജീവനക്കാർക്ക് നിർദ്ദേശം നൽകി UK ആരോഗ്യ സുരക്ഷാ ഏജൻസി. PP കിറ്റ് ഉപയോഗത്തിന് ആവശ്യമായ പരിശീലനം ജീവനക്കാർക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണമെന്നും രോഗബാധയുണ്ടെന്ന് സംശയം ജനിച്ചാൽ പിന്തുടരേണ്ടുന്ന പ്രോട്ടോകോളുകളെ കുറിച്ചും ജീവനക്കാർക്ക് വ്യക്തമായ നിർദ്ദേശം നൽകണമെന്നും മാർഗനിർദ്ദേശ രേഖയിൽ സൂചന. രോഗവ്യാപനം കണ്ടെത്തുന്നതിനും രോഗികളെ ഐസൊലേറ്റ് ചെയ്യുന്നതിനും ആശുപത്രികൾക്കും GP-മാർക്കും ആരോഗ്യ പ്രവർത്തകർക്കും കർശന നിർദ്ദേശം നൽകി സർക്കാർ. UK പാർലമെന്റിൽ വരും ദിവസങ്ങളിൽ നടക്കാനിരിക്കുന്ന ചോദ്യോത്തരവേളകളുടെ വിശദമായ പട്ടിക പുറത്തുവിട്ട് ഹൗസ് ഓഫ് കോമൺസ്. വിവിധ സർക്കാർ വകുപ്പുകളെ പ്രതിക്കൂട്ടിലാക്കാൻ പോകുന്ന നിർണായക ചോദ്യങ്ങൾ ജനപ്രതിനിധികൾ ഉന്നയിക്കുക ജൂൺ 8 തിങ്കളാഴ്ച ആരംഭിക്കുന്ന സമ്മേളനത്തിൽ. ഇമിഗ്രേഷൻ നിയമങ്ങളിൽ വരുത്താൻ ഉദ്ദേശിക്കുന്ന മാറ്റങ്ങൾ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ എങ്ങനെ ബാധിക്കുമെന്നതും PR വ്യവസ്ഥകളിലെ പരിഷ്കാരങ്ങളും സഭയിൽ പ്രധാന ചർച്ചാ വിഷയമാകും. സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും മാനസികാരോഗ്യ പരിപാലനം, GP അപ്പോയിന്റ്മെന്റുകൾ ലഭിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ എന്നിവയുടെ ഉത്തരം ആരോഗ്യ സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി നൽകണം. മുൻകൂട്ടി സമർപ്പിച്ച ചോദ്യങ്ങൾക്ക് നേരിട്ട് മറുപടി നൽകുന്നത് അതത് വകുപ്പ് സെക്രട്ടറിമാർ.
അമേരിക്കൻ സൈനികർക്ക് നേരെ ആക്രമണമുണ്ടായാൽ ഇറാനെതിരെ വീണ്ടും പൂർണ്ണതോതിലുള്ള യുദ്ധം ആരംഭിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഉടൻ തന്നെ ഒരു വലിയ കരാറിലേക്ക് ഇരു രാജ്യങ്ങളും എത്തിയേക്കാമെന്നും US പ്രസിഡന്റ്. താൽക്കാലിക വെടിനിർത്തൽ അവസാനിപ്പിച്ച് സൈനിക നടപടികളിലേക്ക് താൻ കടക്കാത്തത് US സൈനികരുടെ ജീവൻ നഷ്ടപ്പെടരുതെന്ന് കരുതിയാണെന്നും ട്രംപ്. അമേരിക്ക ഇറാൻ യുദ്ധത്തിൽ ഇറാന്റെ വ്യോമസേനയും നാവികസേനയും തകർത്തു കഴിഞ്ഞതായും അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളടക്കം ഞങ്ങൾ നശിപ്പിച്ചെന്നും ട്രംപിന്റെ അവകാശവാദം. ഇടതുപക്ഷ ഭരണകൂടങ്ങൾക്കെതിരെ കടുത്ത വിമർശനവുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇടതുപക്ഷ ഭരണമുള്ള ഇടങ്ങൾ കടുത്ത നാശത്തിലേക്ക് പോകുമെന്ന് ട്രംപിന്റെ വിമർശനം. കമ്മ്യൂണിസ്റ്റുകാർക്ക് ആദ്യകാലത്ത് എപ്പോഴും ജനങ്ങളുടെ ഇടയിൽ വലിയ പിന്തുണ ലഭിക്കാറുണ്ടെന്നും അവസാനം ആ രാജ്യമോ സംസ്ഥാനമോ നഗരമോ പൂർണ്ണമായും തകർന്നടിയുമെന്ന് ട്രംപിന്റെ പ്രസ്താവന. ഇടതുപക്ഷ ഭരണകൂടങ്ങളിൽ വലിയ അക്രമങ്ങൾ ഉണ്ടാകുമെന്നും ഒടുവിൽ അത് ദാരിദ്ര്യത്തിലും തകർച്ചയിലും കുറ്റകൃത്യങ്ങളിലും കലാശിക്കുകയേ ഉള്ളൂവെന്നും US പ്രസിഡന്റിന്റെ രൂക്ഷ വിമർശനം. ഉറപ്പായ മരണവും വിനാശവുമാണ് ഇടതുപക്ഷം നൽകുക എന്ന് ട്രംപിന്റെ മുന്നറിയിപ്പ്. സത്യപ്രതിജ്ഞ ചൊല്ലി അധികാരത്തിലേറിയതിനു പിന്നാലെ കർണാടകയിൽ DK ശിവകുമാർ മന്ത്രിസഭയിൽ പൊട്ടിത്തെറി. മന്ത്രിസ്ഥാനം രാജിവെച്ച് മുതിർന്ന കോൺഗ്രസ് നേതാവും ജലസേചന വകുപ്പ് മന്ത്രിയുമായ രാമലിംഗ റെഡ്ഡി. രാജിക്ക് പിന്നിൽ ചോദിച്ച വകുപ്പ് നൽകാത്തതിലുള്ള അതൃപ്തി. രാമലിംഗ റെഡ്ഡി ആവശ്യപ്പെട്ടത് ബാംഗ്ലൂരു നഗരവികസന വകുപ്പ്. DK ശിവകുമാർ മുഖ്യമന്ത്രിയാകുന്നതിന് മുൻപ് തന്നെ ബാംഗ്ലൂരു നഗരവികസന വകുപ്പ് രാമലിംഗ റെഡ്ഡിക്ക് വാഗ്ദാനം ചെയ്തിരുന്നുവെന്ന് അഭ്യൂഹം. ബാംഗ്ലൂരു നഗരവികസന വകുപ്പ് നിലവിൽ നൽകിയിരിക്കുന്നത് കൃഷ്ണ ബൈരഗൌഡയ്ക്ക്. ഇന്ധന പ്രതിസന്ധിയിൽ കുടുങ്ങി ഇൻഡിഗോ അന്താരാഷ്ട്ര വിമാന സർവീസ്. 6 ഇടങ്ങളിലേക്കുള്ള അന്താരാഷ്ട്ര വിമാന സർവീസുകൾ ജൂലൈ 1 മുതൽ സെപ്റ്റംബർ 30 വരെ നിർത്തിവെച്ച് ഇൻഡിഗോ വിമാന കമ്പനി. സർവീസുകൾ നിർത്തലാക്കിയത് ഹോങ്കോങ്, ഷാങ്ഹായ്, ക്രാബി അടക്കമുള്ള വിമാന സർവീസുകൾ. പഴയ ബുക്കിംഗ് രീതി ഒക്ടോബർ 1 ശേഷം മാത്രമേ തുടരുകയുള്ളൂ എന്ന് ഇൻഡിഗോ. ഇന്ധന പ്രതിസന്ധിയെ തുടർന്ന് ചിലവ് താങ്ങാനാകുന്നില്ല എന്ന് വിമാന കമ്പനികൾ. വിമാന ഇന്ധനമായ ATF-ന്റെ വിലയിൽ നികുതി അടക്കം വൻ വർധന കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയത് ഇന്ത്യൻ വിമാന കമ്പനികൾക്ക് വൻ തിരിച്ചടി. എക്സൈസ് നികുതി കുറയ്ക്കണമെന്നാവശ്യപ്പെട്ട് വിമാന കമ്പനികൾ കേന്ദ്ര സർക്കാരിനെ വീണ്ടും സമീപിച്ചു. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി. ഡിവിഷൻ ബെഞ്ചിന്റെ നിർണായക വിധി ED അന്വേഷണത്തിന് അനുമതി നൽകിയ സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ CMRL നൽകിയ അപ്പീലിൽ സുപ്രീം കോടതിയെ സമീപിക്കാൻ 2 ആഴ്ചത്തെ സാവകാശം CMRL അഭിഭാഷകൻ അഭ്യർത്ഥിച്ചുവെങ്കിലും കോടതി അനുവദിച്ചില്ല. നിർണായക കോടതി വിധി പുറത്തു വന്നതോടെ അടുത്ത ഘട്ട നടപടികൾ ചർച്ച ചെയ്യാൻ കൊച്ചിയിലുള്ള ED ഡയറക്ടർ രാഹുൽ നവീന്റെ നേതൃത്വത്തിൽ കേന്ദ്ര ഏജൻസി യോഗം ചേർന്നു. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെ ഉന്നമിച്ച് പരോക്ഷ വിമർശനവുമായി കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യ വിനോദിനി ബാലകൃഷ്ണൻ. കോടിയേരിയുടെ മരണശേഷം CPM ഉന്നത നേതൃത്വത്തിൽ നിന്ന് നേരിട്ടത് ക്രൂരമായ അവഗണനയെന്ന് വിനോദിനി. ആവശ്യത്തിന് വിളിച്ചാൽ PB അംഗം ഫോൺ എടുക്കാറില്ല എന്നും തങ്ങളെ CPM നേതാക്കൾ തിരിഞ്ഞുപോലും നോക്കിയില്ല എന്നും തുറന്നടിച്ച് വിനോദിനി. കുടുംബം പ്രതികരണവുമായി എത്തുന്നത് കോടിയേരി മരിച്ച് 4 വർഷത്തിനു ശേഷം. അവഗണിച്ചത് അണികളല്ല, പകരം വലിയ നേതാക്കളെന്ന് വിനോദിനി. പരോക്ഷ വിമർശനം പിണറായിയെ ലക്ഷ്യം വെച്ചല്ല എന്നും കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യ. ഈ ന്യൂസ് ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി.